Good afternoon. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൈക്ലിക് ആൻഡ് ഇറഗുലർ വേരിയേഷൻസ് ആണ് പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ്സാണ് നമ്മുടെ സെം 1 ക്ലാസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്. സോ നിങ്ങൾ ഇതുവരെയുള്ള പോർഷൻസ് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു ലൈവ് സെക്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈവ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ് തീരുക. അപ്പം അതിനുശേഷമുള്ള അടുത്ത ഈ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനൂടെ കഴിഞ്ഞിട്ടുള്ള പിന്നെ അടുത്ത സെക്ഷൻ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സെമ്മ് തുടങ്ങുവാണ്. സോ നിങ്ങൾ ഫസ്റ്റ് സെമ്മിലുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെക്കൻഡ് സെം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്യുക. Cyclic variation like seasonal variation refer to recurring pattern of changes in events over the period extending beyond an year. അപ്പോൾ സൈക്ലിക് വേരിയേഷൻ എന്ന് പറയുന്നത് സീസണൽ വേരിയേഷൻ പോലെ തന്നെ ഒരു പ്രത്യേക പാറ്റേണിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു പീരീഡ് ഓഫ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതലായിരിക്കും. The forces which result in cyclic fluctuations are economic in nature and reflect the varying levels of business activity, prosperity, recession, depression, recovery, etc. From time to time, most of the economic and business series reveals this tendency. അപ്പം നമ്മുടെ ഈ ഒരു സൈക്ലിക് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്കണോമിക് ഇൻ നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ പല രീതിയിൽ ഇത് വേരിയേഷൻസ് വരുത്താറുണ്ട്. Ordinarily, cyclic variations do not show much regular changes. It is a wave-like moment occurring at fairly regular intervals. Extreme upward and downward movements of the series, which indicates the ups and downs of the general business conditions, are called cyclic fluctuations. Actually, ഇത് ഒത്തിരി റെഗുലർ ചേഞ്ചസ് വരുത്താറില്ല. എക്സ്ട്രീം അപ്വേർഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഡൗൺവേർഡ് മൊമെൻറ്റ്സ് ആണ് ഇതിൻ്റെ ബിസിനസ് ആക്റ്റീവ് കണ്ടീഷനിലുള്ള ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസിനെയാണ് നമ്മൾ മെയിനായിട്ട് സൈക്ലിക് ഫ്ലക്ച്വേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ആർ വിസിബിൾ ഡ്യൂറിങ് ഡിഫറെൻറ്റ് ഇയേഴ്സ്. അപ്പം ബിസിനസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തില്ലല്ലോ, ബിസിനസ്സിൽ ഫ്ലക്ച്വേഷൻസ് വരും. ആ ഒരു ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ സൈക്ലിക് ഫ്ലക്ച്വേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Business fluctuations are visible during different years. Sometimes business is at the top and sometimes it is at the lowest end. Such movements of business from up to down are known as trade cyclic moments or business fluctuations and cyclic fluctuations. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷനെ നമ്മൾ ഒന്നെങ്കിൽ ട്രേഡ് സൈക്കിൾ മൂവ്മെൻറ്റ്സ് എന്നോ അല്ലെങ്കിൽ ബിസിനസ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ബിസിനസ് സൈക്കിൾസ് ഈസ് from a peak to depression and then from depression to peak. All the series relating to price, wages, production, demand, etc. undergo such process. പ്രൈസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേജസ്, പ്രൊഡക്ഷൻ, ഡിമാൻഡ് അതുപോലെയുള്ള എല്ലാ സീരീസ് ഓഫ് ഇവൻറ്റ്സും ഈ ഒരു സൈക്ലിക് ഫ്ലക്ച്വേഷൻ അണ്ടർഗോ ചെയ്യാറുണ്ട്. വൺ സൈക്ലിക് പീരീഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് പീക്സ്. അപ്പോൾ നമ്മുടെ സൈക്ലിക് പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ, ഒരു രണ്ട് പീക്ക് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സൈക്ലിക് പീരീഡ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈം ഡിഫറൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആവറേജ് ഓഫ് ദീസ് ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കിൾസ് ഫോർ ദ ഹോൾ പീരീഡ് ഈസ് ദ പീരീഡ് ഓഫ് എ സൈക്കിൾ. However, the period of a cycle is not regular as the period of seasonal fluctuation. Generally, the period of a cycle ranges between 3 years and 10 years. ഇപ്പോൾ നമ്മൾ സീസണൽ വേരിയേഷൻ നമ്മൾ മെഷർ ചെയ്തായിരുന്നു. സീസണൽ വേരിയേഷൻസ് മെഷർ ചെയ്യുന്ന പോലെ അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സൈക്ലിക് വേരിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഈ ഒരു സൈക്ലിക് വേരിയേഷൻ്റെ റേഞ്ച് ഓഫ് ഇയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 to 10 years വരെ ആകാം. Due to the lack of uniformity in the cyclic period, we cannot forecast cyclic fluctuations as accurately as seasonal variation. Cyclic fluctuations are influenced by both the factors, that is by self-generating factors and external factors. ഈ ഒരു സൈക്ലിക് ഫ്ലക്ച്വേഷൻ ഒന്നെങ്കിൽ നമ്മുടെ ബിസിനസ്സിലുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടോ ഉണ്ടാകും. ഈ ഒരു സൈക്ലിക് ഫ്ലക്ച്വേഷൻ സീസണൽ വേരിയേഷൻസ് പോലെ നമുക്ക് അത്ര ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. The knowledge of cyclic fluctuation is very useful in predicting the turning points in business activity. The information can be used for policies aimed at stabilizing business activity. Actually, for forecasting purposes, the seasonal factor has to be considered with reference to the basic forces or cyclic fluctuation. അപ്പോൾ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിനൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സൈക്ലിക് ഫ്ലക്ച്വേഷൻസിനെ പറ്റി മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സൈക്ലിക് ഫ്ലക്ച്വേഷനും അതുപോലെ തന്നെ സീസണൽ ഫ്ലക്ച്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. Seasonal variations are those variations which occur with some degree of regularity within a specific period of 1 year or shorter. ഈ സീസണൽ വേരിയേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സോർട്ട് ഓഫ് റെഗുലാരിറ്റി കാണും.
നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് കുറച്ച് റെഗുലർ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. ഇതുപോലെ തന്നെ ഈ ഒരു വർഷം എങ്ങനെയാണ് സംഭവിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഏകദേശം അടുത്ത വർഷവും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഒരു റെഗുലർ ബേസിസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1 ഇയറോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കും. സൈക്ലിക് ഫ്ലക്ച്വേഷൻ്റെ എന്താ 3 to 10 ഇയേഴ്സ് വരെ ആവും. മോർ ദാൻ എ ഇയർ ആയിരിക്കും സൈക്ലിക് ഫ്ലക്ച്വേഷൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. The seasonal variations are the fluctuations as a result of the changes in weather, climatic conditions, customs and habits of the people, traditions and festivals. Seasonal variations are periodic and regular. They can be predicted with a greater degree of accuracy. ഈ ഒരു സീസണൽ വേരിയേഷൻ ഉണ്ടാകാനുള്ള മെയിൻ റീസൺസ് ഒന്നെങ്കിൽ വെതറിലുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, കസ്റ്റംസ്, ഹാബിറ്റ്, പീപ്പിളുടെ ഹാബിറ്റ്സ്, അതുപോലെ ട്രഡീഷൻസ്, ഫെസ്റ്റിവൽസ്, ഇതൊക്കെ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത് പീരിയോഡിക്കും ആയിരിക്കും റെഗുലറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. The cyclic variations are changes due to booms and depressions. They are the effect of business cycles. The period of business cycles is not as regular as the period of seasonal variation. When seasonal variation occurs within a period of 12 months, cycles are usually repeat at intervals ranging from 7 to 10 years. So the period of cycle is uncertain. So cyclic variation cannot be predicted with accuracy like seasonal variation. അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇത് റെഗുലർ അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പീരീഡ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ ഇത് കോൺസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പ്രഡിക്ഷനും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. Irregular variation. The fourth important component of time series is the irregular or residual variations. It causes a sudden transition of affairs from one state to another. It is different from other components because it does not reveal any definite regular or uniform pattern of change. അപ്പോൾ ഒരു ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈം സീരീസിൻ്റെ ഫോർത്ത് കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇറഗുലർ വേരിയേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന എന്തെങ്കിലും സഡൻ ട്രാൻസിഷൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള എലമെൻറ്റ്സ് പോലെ ഇത് ഡിഫിനിറ്റ് അല്ല, റെഗുലറും അല്ല. അതുപോലെ തന്നെ അതിനൊരു യൂണിഫോം പാറ്റേണും ഈ ഒരു ഇറഗുലർ വേരിയേഷൻ ഉണ്ടായിരിക്കത്തില്ല. ഇറ്റ് ക്യാൻ ബി ദ റിസൾട്ട് ഓഫ് അൺഎക്സ്പെക്റ്റഡ്, അൺയൂഷ്വൽ ഇൻസിഡൻറ്റ് ഓർ കാറ്റസ്ട്രോഫിക് ഇവൻറ്റ്സ്. Effect of earthquakes, strikes, lockouts, epidemics, famines, floods, etc. leads to irregular or random fluctuation. അപ്പോൾ ഇങ്ങനെ ഒരു ഇറഗുലർ വേരിയേഷൻ ഉണ്ടാകുന്നത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒന്നെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭം കൊണ്ട്, അല്ലെങ്കിൽ എർത്ത് സ്ട്രൈക്ക്, അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അബ്രപ്റ്റായിട്ട് നടക്കുന്ന കാര്യമായിരിക്കും. സോ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. Some movements are accidental and they are also lead to irregular fluctuations. All types of fluctuations which are not accounted for by the trend, seasonal and cyclic variation are included under this category. അപ്പോൾ നമുക്കിത് മെഷർ ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മളിതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സൈക്ലിക് വേരിയേഷൻ, അതുപോലെ ഇറഗുലർ വേരിയേഷൻ്റെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഒറിജിനൽ ഡേറ്റയിൽ നിന്നും ട്രെൻഡും സീസണൽ വേരിയേഷനും അതുപോലെ തന്നെ സൈക്ലിക് വേരിയേഷനും ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ബാക്കി റെസിജ്വൽ എന്ന് പറയുന്നതായിരിക്കും ഇറഗുലർ വേരിയേഷൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. Since they are irregular, accidental and unexpected in character, we cannot completely isolate them from other components of time series and their special and particular study is quite difficult. മെഷറിംഗ് സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻ. ഇത് നമ്മൾ സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതെന്ന് നോക്കാൻ വന്നിട്ട് പോകുന്നത്. If from the original series trend values are isolated, the remainder consists of short term fluctuations. അപ്പം നമ്മൾ പറഞ്ഞു ഒറിജിനൽ സീരീസിൽ നിന്ന് ട്രെൻഡ് വാല്യൂസിൽ നമ്മൾ മാറ്റുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് ബാക്കി കിട്ടുന്നതെന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. If from these fluctuations seasonal variation are also isolated, the remainder consists of cyclic and irregular variation. അപ്പോൾ നമ്മൾ ട്രെൻഡ് വാല്യൂന്ന് മാറ്റുമ്പോൾ നമുക്ക് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻ മൂലം കിട്ടുന്ന ചേഞ്ചസ് കിട്ടും. അപ്പോൾ ഒരു ഷോർട്ട് ടേം ഫ്ലക്ച്വേഷനിൽ നിന്ന് സീസണൽ വേരിയേഷൻ കൂടി റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാക്കി കിട്ടുന്നതെന്ന് പറയുന്നത് സൈക്ലിക് അല്ലെങ്കിൽ ഇറഗുലർ, സൈക്ലിക്കും ഇറഗുലർ വേരിയേഷനും കൊണ്ട് വരുന്ന ചേഞ്ചസ് കാരണം വരുന്ന ഡേറ്റ ആയിരിക്കും. Trend, that is trend into seasonal into cyclic into irregular divided by trend into seasonal equal to cyclic into irregular. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ട്രെൻഡ്, സീസണൽ, സൈക്ലിക്, ഇറഗുലർ ആണ്. അതിൽ നിന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലിൽ ഡിവൈഡ് ബൈ ട്രെൻഡ് ആൻഡ് സീസണൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മിച്ചം കിട്ടുന്ന എന്തായിരിക്കും? സൈക്ലിക് ആൻഡ് ഇറഗുലർ വേരിയേഷൻ ആയിരിക്കും. Ordinarily
if the period of moving average coincides with the period of cycle in the series, and if the cycle is of more or less uniform duration, cyclic fluctuations are considerably reduced and sometimes eliminated in the process of finding out trend values. As such, if seasonal variations are isolated from the total fluctuation, the remainder mostly consists of irregular fluctuations. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡേറ്റയിൽ നിന്ന് ഈ ബാക്കിയുള്ള ഫ്ലക്ച്വേഷൻസും നമ്മുടെ ഈ ട്രെൻഡും സീസണൽ വേരിയേഷനും ഒക്കെ മാറ്റുവാണെങ്കിൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഇറഗുലർ ഫ്ലക്ച്വേഷൻ കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കും. However, a certain amount of cyclic fluctuation may also be there if they cannot be completely eliminated. അപ്പം സൈക്ലിക് വേരിയേഷൻ നമുക്ക് അറിയാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റുന്നതല്ല. സൈക്ലിക് വേരിയേഷൻ ഓവർ എ റേഞ്ച് ഓഫ് ഇയേഴ്സ് കൊണ്ടുണ്ടാകുന്നതാണ്. സോ ഒരു സം സോർട്ട് ഓഫ് സൈക്ലിക് വേരിയേഷൻ ചിലപ്പോൾ അവിടെ പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. There is no well recognized method of separating irregular and cyclic fluctuation. അതുകൊണ്ട് തന്നെ ഈ ഇറഗുലർ ആൻഡ് സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനോ നല്ല പാടാണ്. വൺ മെത്തേഡ് ഈസ് ബൈ ഫൈൻഡിങ് ഔട്ട് മൂവിങ് ആവറേജ് ഓഫ് ദി സീരീസ് ഓഫ് സൈക്ലിക് ആൻഡ് ഇറഗുലർ ഫ്ലക്ച്വേഷൻ. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവരുടെ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബൈ ദിസ് പ്രോസസ് ദ ഇറഗുലർ ഫ്ലക്ച്വേഷൻ വുഡ് ബി റെഡ്യൂസ്ഡ് ആൻഡ് സൈക്ലിക് ഡേറ്റ വുഡ് ബിക്കം മോർ പ്രോമിനൻറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇറഗുലർ ഫ്ലക്ച്വേഷൻ റിമൂവ് ചെയ്തിട്ട് സൈക്ലിക് ഡേറ്റേനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക്. The period of moving average in this case would depend on two factors: the irregularity of the data and second one, the extent to which the curve is to be smoothened. For more irregular series, longer should be the period of moving average so that irregularities in one direction may be set off against irregularities in another direction. But if period is too long, the curve would be very much smoothened. The problem is to find middle course between these two factors in taking a decision. The object of the analyst should kept in mind. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫാക്ടേഴ്സിൽ നിന്ന് എങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇറഗുലാരിറ്റീനെയും അതുപോലെ തന്നെ സൈക്ലിക് വേരിയേഷനെയും ഏകദേശം ഒരുപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ ഡേറ്റയിൽ നിന്ന് ട്രെൻഡും സീസണൽ വേരിയേഷനും റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് അതിൽ നിന്നാണ് അതിൻ്റെ റെസിജ്വൽ എന്നുള്ള രീതിയിലാണ് സൈക്ലിക് ആൻഡ് ഇറഗുലർ വേരിയേഷനെ കൺസിഡർ ചെയ്യുന്നത്. As for irregular or random fluctuations are concerned, they cannot be completely eliminated. They are irregular in nature and are accidental and cannot be forecast. Their scientific analysis is not possible. Sometimes they are very significant and they influence cyclic fluctuations and other fluctuations, but we do not have any definite and scientific method to isolate them. Because of their accidental and irregular nature, it is very difficult to know about them. After removing trend, seasonal and cyclic fluctuation from original data, whatever remains constitute the irregular fluctuations. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഒറിജിനൽ ഡേറ്റയിൽ നിന്ന് ഇതിൻ്റെ ഇഫക്ട്സ് മാറ്റുമ്പോൾ കിട്ടുന്നതാണ് ഇറഗുലർ വേരിയേഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് അബ്രപ്റ്റായിട്ട് നടക്കുന്നത് കൊണ്ടും അതിനൊരു സയൻറ്റിഫിക് ബേസിസ് നമുക്ക് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ടും അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. സോ നമ്മൾ ബാക്കിയുള്ള എലമെൻസിനെ റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു സൈക്ലിക് അല്ലെങ്കിൽ ഇറഗുലർ വേരിയേഷൻസിനെയൊക്കെ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. From the following series of annual data showing the actual value and trend values, isolate cyclic fluctuation. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇയർ തന്നിട്ടുണ്ട്, ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട്, ട്രെൻഡ് വാല്യൂം തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതിനകത്തുനിന്ന് ഈ ഒരു തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്ന് സൈക്ലിക് ഫ്ലക്ച്വേഷനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ സിൻസ് ഇയർലി ഡേറ്റ ആർ ഗിവൺ, സീസണൽ വേരിയേഷൻ വിൽ ബി ആബ്സെൻറ്റ് ഇൻ ദ ഡേറ്റ. ഇയർലി ഡേറ്റയാണ് തന്നിട്ടുള്ളത്. ഇയർലി ഡേറ്റ ആയതുകൊണ്ട് തന്നെ സീസണൽ വേരിയേഷൻസ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നില്ല. സോ സീസണൽ വേരിയേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എങ്ങനെ ഇതിനകത്തുനിന്ന് അപ്പോൾ നമ്മൾ സൈക്ലിക് വേരിയേഷൻ റെഗുലർ വേരിയേഷൻ സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഒറിജിനൽ ഡേറ്റയിൽ നിന്ന് ട്രെൻഡ് വാല്യൂ മാത്രം റിമൂവ് ചെയ്ത് മാറ്റിയാൽ മതി. സോ നമ്മുടെ ഒറിജിനൽ ഡേറ്റ ഡിവൈഡ് ബൈ ട്രെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സൈക്ലിക് വേരിയേഷൻ ഇൻറ്റു ഇറഗുലർ വേരിയേഷൻസ് കിട്ടും. സോ ഡിവൈഡ് ദ ആക്ച്വൽ വാല്യൂസ് ബൈ ട്രെൻഡ് വാല്യൂസ് ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 100 which will show cyclic and irregular fluctuations combined. Irregular fluctuation cannot be separated. അപ്പോൾ നമുക്ക് സൈക്ലിക് ആൻഡ് ഇറഗുലർ വേരിയേഷൻ ഒരുമിച്ചേ കിട്ടത്തുള്ളൂ. അതിൽ നിന്ന് ഇറഗുലർ വേരിയേഷൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. സോ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒറിജിനൽ ഡേറ്റയിൽ നിന്ന് ട്രെൻഡ് വാല്യൂവിനെ ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ബൈ 100 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സൈക്ലിക് ഫ്ലക്ച്വേഷൻസിൻ്റെ വാല്യൂസ് കിട്ടും. നമുക്ക് ഫസ്റ്റ് ഇയർ തന്നിട്ടുണ്ട്, ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട്, ട്രെൻഡ് വാല്യൂ തന്നിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മൾ ട്രെൻഡ് വാല്യൂവിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് ട്രെൻഡ് വാല്യൂവിനെ ഡിവൈഡ് ചെയ്ത് കളയുക. സോ 170 ഡിവൈഡ് ബൈ 228 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 74.6 എന്ന് കിട്ടും. 1996 കേസിൽ 1997 വരുമ്പോഴത്തേക്ക് 96.8 എന്ന് കിട്ടും. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാം. ആക്ച്വൽ വാല്യൂയിൽ നിന്ന് ട്രെൻഡ് വാല്യൂ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 100 ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രെൻഡ് വാല്യൂ എലിമിനേറ്റ് ചെയ്ത വാല്യൂസ് കിട്ടി. ഇനി സൈക്ലിക് ഫ്ലക്ച്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു കിട്ടിയിട്ടുള്ള വാല്യൂയിൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സൈക്ലിക് ഫ്ലക്ച്വേഷൻ കിട്ടും. സോ 74.6 മൈനസ് 100 ചെയ്യുമ്പോഴത്തേക്ക് -25.4 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെ ഓരോ വാല്യൂസിൽ നിന്ന് 100 മൈനസ് ചെയ്യുക. അപ്പം ചെറിയ വാല്യൂയിൽ നിന്ന് 100 മൈനസ് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ വലിയ വാല്യൂയിൽ നിന്നാണ് 100 മൈനസ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് കിട്ടും. ഇത്രയേ ഉള്ളൂ സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. വളരെ എളുപ്പമാണ്. ഒറിജിനൽ ഡേറ്റയിൽ നിന്ന് ട്രെൻഡ് വാല്യൂ എലിമിനേറ്റ് ചെയ്ത് കളയുക, സൈക്ലിക് ഫ്ലക്ച്വേഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇന്നത്തെ പോർഷൻ മാത്രമല്ല, ഇതിന് മുമ്പുള്ള ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ലൈവ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ സെം 2 ക്ലാസ്സസ് ആണ് തുടങ്ങുന്നത്. സെം 2 ക്ലാസ്സസ് തുടങ്ങിയാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. പക്ഷേ സെം 1 ക്ലിയർ ആക്കിയിട്ട് സെം 2ലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ലൈവ് ക്ലാസ്സിൽ ചോദിക്കാം. താങ്ക് യു.